IMA ഹെൽത്ത് കെയർ എന്നാണ് ആരംഭിച്ചത്? ഇത് 2005 അന്ന് ഡോക്ടർ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടാണോ? റിട്ടയർഡ് ആയ സമയത്ത് ആണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നു, അങ്ങനെ തുടങ്ങി. അതൊരു കുമ്പളയിലെ ഈ ഗ്രാമത്തിൽ ഡോക്ടറുടെ ജന്മസ്ഥലത്ത് ഇവിടെയാണല്ലോ? ജന്മസ്ഥലമല്ല, ഞാനിവിടെ സെറ്റിൽ ചെയ്ത സ്ഥലം എന്ന് പറയാം. ജന്മസ്ഥലം സ്വന്തം സ്ഥലം കാസർഗോഡ്. ഇവിടെ വന്ന് ഇവിടെ ഞാനൊരു ഏകദേശം 30 കൊല്ലമായി. ഇവിടെ ഉള്ള എല്ലാവർക്കും ഒരുപോലെ സുപരിചിതനാണ്. ഡോക്ടറുടെ ഫാമിലിയെ കുറിച്ച്, പാരൻസ്, ഡോക്ടർ ഉപ്പായെ കുറിച്ച്? ഞാൻ ശരിക്കും ജനിച്ചതും വളർന്നതും ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ്, മുളിയാർ എന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ്. അപ്പോൾ അതൊരു കൃഷിക്കാരനായിരുന്നു. പഠിച്ചതും ഇവിടെ തന്നെയാണ്, സാധാരണ സ്കൂള്. അന്നത്തെ ആ കാലഘട്ടത്തിൽ ഏകദേശം ഒരു കിലോമീറ്റർ അല്ല, ഒരു മൈൽ നടന്നു പോയാണ് പഠിച്ചത്. കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരു കൃഷിക്കാരന്റെ മകനെ കിട്ടാവുന്നതിനേക്കാൾ, കാരണം അപ്പൊ മാക്സിമം നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ എടുത്ത എഫേർട്ടാണ്. അതിൽ എത്രത്തോളം ഉണ്ടായിരുന്നു പിതാവിന്റെ പിന്തുണ? പിതാവിന്റെ നല്ല പിന്തുണ അതില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉപ്പ ഒരുപാട് സഹായിച്ചു. ഉപ്പ സഹായിച്ചു, പിന്നെ മൂത്ത ബ്രദർ സഹായിച്ചു, ഒരുപാട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഡോക്ടർ വളരെ നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ഫാമിലിൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. ദൈവവിശ്വാസം എത്രത്തോളം ഉണ്ട്? വളരെ കൂടുതലാണ്. അതാണ് നമ്മളെല്ലാം നിയന്ത്രിച്ചിട്ടുള്ളത്. ഒരു രോഗത്തിന് നമ്മൾ ചികിത്സിക്കുമ്പോൾ കൈപുണ്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കൈപുണ്യം, നമ്മൾ ഇന്ന ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടർ ഒരു പേഷ്യൻറ്റിന് അസുഖമായിട്ട് വരുമ്പോൾ ആ പേഷ്യൻ്റ് വന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടറുടെ പ്ലസൻറ്റോട് കൂടി തന്നെ പകുതി രോഗം മാറിപ്പോകാറുണ്ട്. അത് ശരിയാണ്. കൈപുണ്യം എന്ന് പറയാൻ പറ്റില്ല. അത് ആ പേഷ്യൻറ്റിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ചേഞ്ച് വരും. ഒരു കോൺഫിഡൻസ് വരും. ഡോക്ടർ അഹമ്മദ് ബഷീറിനെ കാണുകയാണെങ്കിൽ എനിക്ക് കുറച്ച് രോഗം പോകുന്നുണ്ട്, ആദ്യമായിട്ട് തന്നെ അവർ ആ ഒരു വിശ്വാസമാണ് ആദ്യം ഉൾക്കൊള്ളാൻ കഴിയും. വിശ്വാസം കൊണ്ട് ഒരുപാട് ചേഞ്ച് വരും. പേഷ്യൻറ്റിൻ്റെ റെസിസ്റ്റൻറ്റ് പവർ, ഇതൊക്കെ നമ്മൾ ഹാപ്പി ആയാലും എപ്പോഴും നമ്മളെ സൂക്കേട് പെട്ടെന്ന് മാറുമല്ലോ. അതാണ് അതിൻ്റെ പറയുക. ഡോക്ടറുടെ ഫാമിലിയെ കുറിച്ച്? ഡോക്ടറുടെ വൈഫ് ഹൗസ് വൈഫാണ്. മക്കൾ? രണ്ട് മക്കളാണ്. മൂത്തത് മുനാവറാണ്. ബിസിനസ് ഡോക്ടറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഡോക്ടർ മുബീന. ഡോക്ടർ മുബീന ഡോക്ടറെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ MS-ന് ജോയിൻ ചെയ്ത് മംഗലാപുരം പഠിക്കുന്നുണ്ട്. ഇവിടെ വളരെ ഫെസിലിറ്റീസ് ഞാൻ കണ്ടു. ലാബ് ഉണ്ട്, മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു ഹെൽത്ത് കെയർ ആണ്. അങ്ങനെ ഒരു ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാണ് ഡോക്ടർ ആദ്യമേ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണോ തുടങ്ങിയത്? ഈ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഇത് ആരംഭിച്ചത്. ഇതേ കാഴ്ചപ്പാടിലായിരുന്നു. അങ്ങനെയുള്ള ഇതിലേക്ക് അതെ. എല്ലാം ഒരു സ്ഥലത്ത് വന്നാൽ ഇപ്പോൾ ഡ്രഗ് എഴുതി കൊടുത്താൽ പെട്ടെന്ന് ഒരു മെഡിക്കൽ ഷോപ്പിൽ ഓടണം, ഒരു ഇത് കൊടുത്താൽ ഇൻവെസ്റ്റിഗേഷന് വേറെ ലാബിൽ ഓടണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ടൈം ഒരുപാട് വേസ്റ്റാവും. അപ്പോൾ അതൊന്ന് ഓവർകം ചെയ്യാൻ ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ടെന്ന് പറയാം. ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ഡോക്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഫ്യൂച്ചറിൽ ഇപ്പോൾ എൻ്റെ പ്രധാന ഒരു ഇത് ടെലിമെഡിസിൻ തന്നെയാണ്. ടെലിമെഡിസിൻ എന്ന് വെച്ചാൽ കുമ്പളയിൽ ഇരുന്ന് നമുക്ക് ഒരു ന്യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെയോ അതിൽ ചെയ്യാൻ പറ്റുന്ന എത്ര കാര്യമുണ്ടെന്ന് ഞാൻ മകനായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നോക്കി ഇപ്പോൾ കാർഡിയോളജി ഇപ്പോൾ തുടങ്ങി, പിന്നെ റേഡിയോളജി, പിന്നെ ഡെർമറ്റോളജി, ഇങ്ങനെയുള്ളത് ഉടനെ തുടങ്ങാൻ പോകാൻ ബന്ധപ്പെട്ട് നെറ്റിലൂടെയാണ്. വളരെ ബുദ്ധിമുട്ടുള്ളതല്ല അത്. കാരണം ഇപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് കൊണ്ടാണ് ആരും ഇതിന് മെനക്കെടാത്തൊരു കോസ്റ്റ് ചുരുക്കി എങ്ങനെ ഇത് തുടങ്ങാമെന്നുള്ളൊരു പരിശ്രമത്തിലാണ്. ടെലിമെഡിസിനോട് ലോ കോസ്റ്റ് അല്ല, ഇപ്പോൾ ലോ കോസ്റ്റ് അല്ല. അത് ലോ കോസ്റ്റിലൂടെ എങ്ങനെ അതിനെ ഒരു പേഷ്യന്റ് പോയി ഇപ്പം ബാംഗ്ലൂർ പോയി കൺസൾട്ട് ചെയ്യുന്നതിന്റെ അത്ര കോസ്റ്റ് വരില്ല. തീർച്ചയായിട്ടും വരില്ല. മംഗലാപുരം പോയി ആ കോസ്റ്റ് വരില്ല. ബാംഗ്ലൂർ വിടും, മംഗലാപുരം പോയി വരുന്ന കോസ്റ്റ് വരില്ല. പക്ഷെ സാധാരണ നമ്മൾ അതിൽ ഉണ്ടാവുന്ന സാധാരണ എടുക്കുന്ന ഒരു ECGയേക്കാൾ കുറച്ചും കൂടെ കോസ്റ്റ് വരാം. സാധാരണ ECG കുറച്ച് കോസ്റ്റ് വരാം. പക്ഷെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ അതിലുണ്ട്. പക്ഷെ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോകുമ്പോൾ ECGക്ക് വില അതിൻ്റെ കോസ്റ്റ് കൂടും.
ഒരു കാർഡിയോളജിസ്റ്റ് ECG എടുത്ത് ഒപ്പീനിയൻ തരുമ്പോൾ കോസ്റ്റ് കൂടില്ല. അതെ അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് കാർഡിയോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള കോസ്റ്റൊന്നും വരില്ല, ഞങ്ങൾ അതിനൊന്നും ചാർജ് ചെയ്യാറില്ല. ആ ഒരു ഇതിനനുസരിച്ച് പേഷ്യൻറ്റിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് പേഷ്യൻസ് അനുസരിച്ചിട്ടല്ല, എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ചാർജാണ്. പക്ഷേ അതിന് കൂടുതലായിട്ടൊന്നും വാങ്ങുന്നില്ല, പേഷ്യൻറ്റോട് കൂടുതൽ വാങ്ങുന്നില്ല. ഈ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക്, പിന്നെ കുറച്ചും കൂടി തിങ്കിങ് ഫോർവേഡ് എന്ന് പറയുന്നില്ലേ, നമുക്കൊരു വിഷനുണ്ട്. ഒരു വിഷനുണ്ട്. ആ വിഷനിൽ നമ്മൾ നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ അത് വിജയിക്കാൻ കഴിയുന്നു. വിജയിക്കാൻ തീർച്ചയായും കഴിയും. ഒരു പൂർണ്ണ ആരോഗ്യവാനാവാൻ, ഒരു ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് ആസ് എ ഡോക്ടർ എന്ന നിലയിൽ ഒരു സമൂഹത്തിന് ഡോക്ടർ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം എന്താണ്? ഏറ്റവും വലിയ ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വിലക്ക് വാങ്ങാൻ പറ്റാത്തതാണ്. അപ്പോൾ പ്രിവെൻറ്റ് ദ ഡിസീസ്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അത് തന്നെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു അത്രത്തോളം നിങ്ങൾ സേഫാണ്. കെയർലെസ് ആയാൽ നമ്മൾക്ക് വിലക്ക് കൊടുത്തിട്ട്, ഇപ്പോൾ ഒരു കിഡ്നി ചീത്തയായാലും നമുക്കത് വിലക്ക് കൊടുത്തിട്ട് ഇട്ടാൽ പക്ഷെ ഒറിജിനലാവില്ലല്ലോ. ഇന്നത്തെ മോഡേൺ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ പലതും ആയുസ് കുറയ്ക്കാനുള്ള കാരണം. വളരെ കെയർഫുൾ ഫോർ ദ ഹെൽത്ത്. താങ്ക് യു വെരി മച്ച്. ആരോഗ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഓരോ മനുഷ്യനും അവരനുഭവിക്കുന്ന ഡിസീസുകളിൽ പ്രധാനമായിട്ടുള്ളത് മോഡേൺ ലൈഫ് സ്റ്റൈലിലെ ഡിസീസ് തന്നെയാണ്. ആരോഗ്യം സൂക്ഷിക്കുക, അതിനെ പരിപാലിക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഈ മെസ്സേജാണ് ഡോക്ടറിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നും ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.